ഹായ്, നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നോക്കിയത് ജാങ്കോയിൽ എങ്ങനെയാണ് സെക്ഷൻസ് കുക്കീസൊക്കെ മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണല്ലേ. നമ്മളതുപോലെ ജാങ്കോയിൽ തന്നെ വേറെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂസർ മാനേജ്മെൻറ്റ്. യൂസർ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ യൂസർ, ഇപ്പോൾ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രമല്ല, ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ പല കാറ്റഗറി ഓഫ് യൂസേഴ്സ് ആ സിസ്റ്റത്തിനുണ്ടാവും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, പേഷ്യൻസ് ഉണ്ടാവും, അതിൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉണ്ടാവും, ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും. ഒരു സ്കൂൾസ് ആണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവാം, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, പിയൂൺ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടുന്ന് പല കാറ്റഗറി ഓഫ് യൂസേഴ്സ്. അവർക്ക് എല്ലാവർക്കും ഒരേ ആക്സസ് ലെവലോ അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് റോൾസ് ആവില്ല, റെസ്പോൺസിബിലിറ്റി ആവില്ല. ഓരോരുത്തർക്കും ആ സിസ്റ്റത്തിന് അവർ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ആക്സസ് ലെവലും അവരുടെ സ്കോപ്പുകളും എല്ലാം വ്യത്യാസമായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിൻ്റെ കേസിലും അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാ കേസുകളിലും വരുന്നത്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത്, ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത ശേഷം ആ പ്രൊജക്റ്റിൻ്റെ ഇനിഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതിന് എത്ര കാറ്റഗറി ഓഫ് യൂസേഴ്സ് ഉണ്ടാകും എന്നുള്ളത്. അതായത് ആ പ്രൊജക്റ്റിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് നമ്മൾ ഓരോ യൂസറിൻ്റെ ഏതൊക്കെ യൂസേഴ്സിനെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ യൂസേഴ്സിന് എന്തൊക്കെ സ്കോപ്പുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിഷ്യൽ ടൈമിൽ തന്നെ ഏതൊരു വെബ് ആപ്ലിക്കേഷനിലാണെങ്കിലും നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പല ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നു, ബുക്ക് മൈ ഷോ യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു കോമൺ ആപ്ലിക്കേഷനും അതിനൊരു നമ്മുടെ സ്കോപ്പിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്കറിയാവുന്നത്. അതല്ലാതെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പം ഫ്ലിപ്കാർട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്ത് അതിലെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും അതിൻ്റെ പബ്ലിക് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് യൂസർ ലെവലിലുള്ള സ്കോപ്പുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവിടെ തന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്യുന്ന ഷോപ്പുകളുണ്ടാവും. അവർക്ക് ആ വേറൊരു അക്കൗണ്ട് ആയിരിക്കും, ആ അക്കൗണ്ടിൽ അവർ ലോഗിൻ ചെയ്ത് അതുപോലെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ചിലപ്പോൾ ഒരു ടെറിട്ടറിയിലുള്ള ഷോപ്സിനെ മാത്രം മാനേജ് ചെയ്യുന്ന സബ് യൂസേഴ്സ് ഉണ്ടാവാം. അതേപോലെ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നവരുണ്ടാവാം, അതിൻ്റെ ഡെവലപ്പർ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സൂപ്പർ അഡ്മിൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം അതുപോലെ കസ്റ്റം ഫോർമാറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിലുള്ള ഓഫറുകൾ ഒക്കെ ഉള്ള ബാനറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന വേറൊരു യൂസേഴ്സ് ആവാം. അപ്പോൾ നമുക്ക് അതേപോലെ കാറ്റഗറി ഓഫ് യൂസേഴ്സ് ഉണ്ടാവും ഓരോ സിസ്റ്റത്തിനും. യൂസർ മാനേജ്മെൻറ്റ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആയിട്ട് ഒരു ആപ്ലിക്കേഷന് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വലിയ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഒരു എൻഡ് യൂസർ കയറി അയാൾക്ക് ഒരു ഹയർ ലെവൽ പെർമിഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് ഓണറുടെ പെർമിഷൻ ആക്സസ് ചെയ്യാൻ പറ്റി എങ്കിൽ അയാൾ അവിടെ കയറി ഷോപ്പ് ഓണർ കയറി അവരുടെ ഐറ്റംസിൻ്റെയൊക്കെ വില ചേഞ്ച് ചെയ്താൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ 50,000 ടി-വിയുടെ വില അയാൾ 5 റുപ്പീസ് ഇട്ട് കഴിഞ്ഞു, അത്രയും. എന്നിട്ട് അതൊരു സെയിലെല്ലാം നടന്ന ശേഷം അല്ലെങ്കിൽ കുറേ 2 or 3 അവർ ആ യൂസർ അങ്ങനെ സ്കോപ്പ് ഇട്ട ശേഷം 2 or 3 അവർ പ്രൈസ് ചേഞ്ച് ഇട്ട ശേഷം വീണ്ടും അയാൾ പഴയ പോലെ 50,000 ഇട്ടെങ്കിലും ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് വ്യത്യാസമാണ് അല്ലേ. അതായത് ചിലപ്പോൾ അവിടെ ഓർഡറുകൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. അപ്പം അതൊരു ഭയങ്കരമായി, അതായത് യൂസർ മാനേജ് ചെയ്യുന്ന അവരുടെ സ്കോപ്പ് എന്തൊക്കെ വേണമെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതും ആ സ്കോപ്പിൽ തന്നെയാണ് ഓരോ യൂസറും ആക്സസ് പോകുന്നതെന്നുള്ളതും എല്ലാം എല്ലാ ആപ്ലിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്കോപ്പിനും അതുകൊണ്ട് തന്നെ ജാങ്കോ ഫ്രെയിംവർക്ക് ഓതൻറ്റിക്കേഷനും ഓത്തറൈസേഷനും വേണ്ടി ബിൽറ്റിനായിട്ട് തന്നെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓതൻറ്റിക്കേഷൻ ഞാനിപ്പോൾ 2 കീവേഡ്സ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓതൻറ്റിക്കേഷനും ഓതറൈസേഷനും. ഓതൻറ്റിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്ത് ഓതൻറ്റിക്കേറ്റഡ് ആവുക, അതായത് ഈ യൂസർ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ യൂസർ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോമൺലി യൂസ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ആവുന്ന അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റഡ് ആവുക എന്നുള്ളതാണ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓത്തറൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഓതൻറ്റിക്കേറ്റഡ് യൂസിന് അവർക്ക് ഓരോ പേജും, അപ്പോൾ ആ പേജ് ഓതറൈസ്ഡ് ടു ആ പേജ് വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ആ പേജിൽ ആക്സസ് ചെയ്യാനോ ഓതറൈസ്ഡ് ആണോ എന്നുള്ളതാണ് ഓതറൈസേഷൻ എന്ന കീവേഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ജാങ്കോയിൽ എങ്ങനെയാണ് ഇതിനായി ജാങ്കോ കുറേ ഫീച്ചറുകൾ പറയുന്നുണ്ട്. ഗ്രൂപ്പ്സ്, പെർമിഷൻ, ഇതെല്ലാം ബിൽറ്റ് ഇൻ ഫീച്ചറാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെന്ന്, ഈ ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ എപ്പോഴും
ഒരു ഫ്രെയിം വർക്ക് നമ്മൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു സംഭവം, നമ്മളൊരു ഫ്രെയിം വർക്കിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ഫ്രെയിം വർക്കിൻ്റെ പ്രാക്ടിക്കലി ഒരുപാട് പേര് അത് വിട്ട് അവരവരുടെ ഓതൻറ്റിക്കേഷൻ സിസ്റ്റംസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെർമിഷൻ സിസ്റ്റം നമ്മൾ ചില പ്രൊജക്റ്റുകൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ എപ്പോഴും ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാവുന്ന കസ്റ്റമൈസേഷൻ ആ ഫ്രെയിം വർക്കിനുള്ളിൽ തന്നെ നിൽക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഫ്രെയിം വർക്കിൻ്റെ ഫീച്ചറുകളിൽ തന്നെ മാക്സിമം യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാരണം എപ്പോഴും ഈ പൈത്തൺ അല്ലെങ്കിൽ ജാങ്കോയിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബിൽറ്റ് ഇൻ കാര്യങ്ങൾക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ജാങ്കോ ഫ്രെയിം വർക്ക് നോക്കുന്ന സമയങ്ങളിൽ പൈത്തണിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പറയാനൊരു റീസൺ അതാണ്. കാരണം റീയൂസ് ചെയ്യാൻ നമുക്ക് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തിട്ടും അതുപോലെ മെത്തേഡ് ഓവർ റൈഡിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രെയിം വർക്കിൻ്റെ ഏത് ഫീച്ചറിനെ വേണമെങ്കിലും നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഓതറൈസേഷൻ്റെ കേസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓതൻറ്റിക്കേഷൻ്റെ കേസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിലെന്തെങ്കിലും എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ജാങ്കോയിൽ യൂസർ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് ജാങ്കോയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് യൂസർ മാനേജ്മെൻറ്റ് ഇതിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. പക്ഷേ ഇവന്തോ നിങ്ങൾക്ക് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിന് റിക്വയർഡ് ആയ ടൈമിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവും. പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഗ്രൂപ്പ്സ്, പെർമിഷൻസ് ഇങ്ങനെ പലതും മാനേജ് ചെയ്യേണ്ടി വരാം. നമുക്ക് അതെല്ലാം നമ്മുടെ റിക്വയർമെൻ്റ് എല്ലാം നീഡ് അനുസരിച്ച് അത് നിങ്ങൾ ഓരോന്നും അതിലേക്ക് പിന്നീട് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ്കോയുടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓത്തൻറ്റിക്കേഷൻ ജാങ്കോയിൽ സപ്പോർട്ട് ചെയ്യേണ്ട മൊഡ്യൂൾസ് എല്ലാം ജാങ്കോയിലെ jango.contrib.auth എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലാണ് എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, ബൈ ഡീഫോൾട്ട് ഇതിനകത്ത് റിക്വയർഡ് ആയിട്ടുള്ള ഏറ്റവും ഡീഫോൾട്ടായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിരുന്നു. അതായത് നമ്മുടെ ജാങ്കോ അഡ്മിൻ പറയുന്ന സമയത്ത് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു അഡ്മിൻ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതായത് ആ സമയത്ത് തന്നെ നമുക്ക് യൂസർ മാനേജ്മെൻറ്റിനുള്ള മൊഡ്യൂൾ ജാങ്കോയിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അഡ്മിനിൽ യൂസറിൻ്റെ ടേബിളിനകത്തേക്ക് വാല്യൂ ഇടാനും യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനും ഒക്കെ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൂവിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് വഴി ആക്സസിബിൾ അല്ലായിരുന്നെങ്കിലും ഞാൻ ബാക്ക്എൻഡ് അഡ്മിൻ വഴി എനിക്ക് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് യൂസറിന് വേണ്ടിയുള്ള മോഡൽസും എല്ലാം തന്നെ ബിൽറ്റിനായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ജാങ്കോ അഡ്മിൻ, അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, ബിൽറ്റിനായിട്ട് തന്നെ നമ്മളിവിടെ ജാങ്കോയുടെ അഡ്മിൻ യൂസ് ചെയ്തിരുന്നു അല്ലേ. പ്രൊജക്റ്റ് റൺ ചെയ്തിട്ടില്ല, റൺ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി ജാങ്കോ അഡ്മിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമുക്ക് കയറാൻ പറ്റുന്നതും അല്ലെങ്കിൽ ചെയ്യാനെല്ലാം പറ്റുന്നത് ഓൾറെഡി തന്നെ ആ ഒരു സിസ്റ്റം, ആ ഒരു ബിൽറ്റിനായിട്ടുള്ള ഒതൻറ്റിക്കേഷൻ സിസ്റ്റം അവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ യൂസർ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ടേബിൾസാണ് ഈ യൂസേഴ്സ് ഗ്രൂപ്പ്സ് എല്ലാം. ഇവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസറെ കാണാൻ പറ്റുന്നുണ്ട്, യൂസറിനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ജാങ്കോയുടെ ബിൽറ്റിൻ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന മൊഡ്യൂളുകളാണ് ഇതെല്ലാം. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മിഡിൽ വെയറുകളിൽ, അതായത് നമ്മുടെ സെറ്റിങ്സ് ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രണ്ട് മിഡിൽ വെയർ. അതായത് ഒന്ന് സെക്ഷന് വേണ്ടിയുള്ള മിഡിൽ വെയർ ഉണ്ട്, അതേപോലെ തന്നെ ജാങ്കോ contrib.auth.middleware ഓതൻറ്റിക്കേഷൻ്റെ മിഡിൽ വെയർ. ഈ രണ്ട് മിഡിൽ വെയറുകളും വന്ന് കിടക്കുന്നത് കാണാം. നമ്മൾ സെക്ഷൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെക്ഷൻ മിഡിൽ വെയറിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു. ഈ രണ്ട് മിഡിൽ വെയറുകളും നമ്മളിപ്പോൾ യൂസർ മാനേജ്മെൻറ്റിൻ്റെ ടൈമിൽ നമുക്ക് റിക്വയർഡ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ manage.py മിഗ്രേറ്റ്, അതായത് നമ്മൾ ആദ്യമേ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം manage.py മിഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളെല്ലാം മിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് എൻഡിൽ ആ ടേബിൾസും വന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ യൂസർ മാനേജ്മെൻറ്റ് ഓത്ത് യൂസർ എന്ന് പറഞ്ഞൊരു ടേബിളോട് വന്ന് കിടക്കുന്ന കാണാം. അതുപോലെ ഓത്ത് യൂസർ ഗ്രൂപ്പ്സ്, ഓത്ത് യൂസർ പെർമിഷൻ, ഈ ടേബിൾസുകളെല്ലാം ഈ ഓത്ത് ഗ്രൂപ്പ് പെർമിഷൻ, ഈ 5 ടേബിളുകളും നമ്മുടെ യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ അല്ല ഓത്തറൈസേഷൻ കേസുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ടേബിളിനുള്ള മോഡലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ആ മോഡലുകൾ ഓൾറെഡി കിടക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ജാങ്കോ ഫ്രെയിംവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓത്തറൈസേഷൻ വരുന്ന മോഡ്യൂളിലുള്ളതാണ്.
ഞാൻ ഫസ്റ്റ് നമ്മുടെ ഫ്രെയിം വർക്ക് എന്താണെന്ന് പറയുന്ന സമയത്ത് തന്നെ കുറച്ച് പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ഫ്രം ദ സ്ക്രാച്ച് അല്ല ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ചില ഓതൻറ്റിക്കേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ലോഗിന് വേണ്ടിയുള്ള ഇങ്ങനെ പല കാര്യങ്ങളും ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഈ യൂസർ മാനേജ്മെൻറ്റിനുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇത് ചെയ്യണം എന്ന് നിർബന്ധമല്ല, പക്ഷേ ഏതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ യൂസറിൻ്റെ ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത എല്ലാ വാല്യൂം ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂസറിൻ്റെ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് പാസ്വേഡാണ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക. പിന്നെ വേറൊരു കീവേഡ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു കീവേഡ് കിടക്കുന്നുണ്ട്. ഈ സൂപ്പർ യൂസർ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കായിട്ട് അത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നമ്മൾ പൈത്തൺ manage.create സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു കമാൻഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ അന്ന് അഡ്മിൻ്റെ ലോഗിൻ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പർ യൂസറാണ്. സൂപ്പർ യൂസർ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മുടെ അഡ്മിൻ ലോഗിനൊക്കെ വരുന്ന ഫുൾ പവർ വരുന്ന യൂസറാണ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ജാങ്കോയിൽ നമുക്കൊരു യൂസർ ലോഗിൻ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം യൂസറിൻ്റെ എങ്ങനെയാണ് ഒരു സൈൻ അപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിൽറ്റ് ഇൻ മോഡൽ ആണ് ജാങ്കോയുടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആ ബിൽറ്റ് ഇൻ മോഡൽ നമുക്ക് കിടക്കുന്നത് അതായത് ഈ ഫ്രം django.contrib.models എന്നതിനകത്ത് കിടക്കുന്ന യൂസർ എന്ന് പറയുന്ന ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്യുക. ആ യൂസർ മോഡലിലാണ് നമ്മൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇമ്പോർട്ട് ചെയ്യുവാണ്. ഫ്രം django.contrib ഇമ്പോർട്ട്. യൂസറിൻ്റെ മോഡൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഓൾറെഡി കിടക്കുന്നതല്ലാതെ പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ് മൂവി മാനേജറിനകത്ത് തന്നെ. സ്റ്റാർട്ടപ്പ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പൈത്തൺ manage.startup യൂസേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റ്സിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു യൂസേഴ്സ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന യൂസറിൻ്റെ ഒരു സൈനപ്പ് ഓപ്പറേഷനാണ്. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ക്രിയേറ്റ് തന്നെ കോപ്പി ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നമ്മുടെ മോഡൽ ഫോം യൂസ് ചെയ്യുന്നില്ല തൽക്കാലം. അതിന് പകരം മാനുവലി ചെയ്യുകയാണ്. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഏറ്റവും സിമ്പിളായിട്ടൊരു യൂസർ നെയിമും പാസ്വേഡും മാത്രം മതി. ഈ ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ അധികം വലിയ ഡിസൈൻസോ ഒന്നും നോക്കാതെയാണ് ഏറ്റവും ബേസിക് ലെവലിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ രീതി അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസൈൻ അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ടും നീറ്റായിട്ടും എല്ലാം ഈ ഫോംസ് എല്ലാം റിച്ചായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ റിച്ച് UI ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡ് ടൈപ്പ് ചെയ്യുകയാണ്. പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞ് വേറൊരു ഫീൽഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഈ പാസ്വേഡിൻ്റെ ഫീൽഡ് നമ്മൾ ഫീൽഡ് ടൈപ്പ് കൊടുത്തിരിക്കുന്ന പാസ്വേഡാണ്. നമുക്ക് ഹിഡൻ ആയിട്ടായിരിക്കും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കാണുന്നത്. ഓക്കെ, ബട്ടണിൻ്റെ ടൈപ്പ് സബ്മിറ്റ്, ഒരു സബ്മിറ്റ് ബട്ടണും അതിന് ഇത് സൈനപ്പ് എന്നാക്കി കൊടുത്തു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൈനപ്പ് ആവുക. ഇത് ക്രിയേഷന് വേണ്ടിയുള്ളതാണ്. നമുക്ക് വേണ്ടത് ഈ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് യൂസർ ഒരു സൈനപ്പ് എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ യൂസർ അക്കൗണ്ടിൽ ഒരു യൂസർ ഫീൽഡ് ക്രിയേറ്റ് ആവണം.
അതിനുശേഷം URLs.py ഞാൻ നേരെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു. അതിനുശേഷം ഞാൻ നേരെ views.py സൈനപ്പിന് വേണ്ടിയുള്ള മെത്തേഡ് എഴുതുവാണ്. ക്രിയേറ്റിന് പകരം views.signup കിടക്കട്ടെ. ഓക്കെ, നെയിം സൈനപ്പ് എന്നാക്കി. സൈനപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതുവാണ്. ഞാൻ ആർഗ്യുമെൻ്റായിട്ട് റിക്വസ്റ്റ് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന സംഭവം തന്നെ. ഓക്കെ, അതായത് യൂസർ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെൻഡർ ചെയ്യേണ്ടത് സൈനപ്പിന് വേണ്ടിയുള്ള ഫോമാണ് കിടക്കുന്നത്, റെൻഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി ഞാനൊരു മെത്തേഡ് എഴുതുവാണ്. ഓക്കെ, റെൻഡർ റിക്വസ്റ്റ് ഇത് കിടക്കുന്നത് യൂസേഴ്സിനകത്താണ്. അപ്പം യൂസേഴ്സ്, അതായത് ടെംപ്ലേറ്റിനകത്ത് യൂസേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ യൂസിലൈസ് ഇട്ടത്. create.html. ഓക്കെ, ടെംപ്ലേറ്റിനകത്ത് ഓക്കെ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ സെർവർ റൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൽ സൈനപ്പ് ഓക്കെ, ഇപ്പം നമ്മളുടെ സൈനപ്പ് വരെ വന്നില്ല. അതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്ത്. ആ ആപ്പ് നമ്മൾ അപ്പുറത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ URLs.py നമ്മുടെ മെയിൻ URLനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. അതായത് മൂവി മാനേജറിൻ്റെ URLs.pyക്കകത്ത് ഇതേപോലെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ മൂവീസ് ആപ്പ് ചെയ്ത സമയത്ത് സംസാരിച്ചിരുന്നു. അപ്പം മൂവീസിൻ്റെ URL നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ സൈനപ്പിൻ്റെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. URL ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് എന്തോ എറർ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സൈനപ്പ് ഡിഡിൻ റിട്ടേൺ. ഓക്കെ, അവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരെ യൂസേഴ്സിനകത്തെത്തി views.py നോക്കി. ഓക്കെ, ഇവിടെ നമ്മൾ റെൻഡറിനേ കൊടുത്തിട്ടുള്ളൂ. ആ റെൻഡർ റിട്ടേൺ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ഞാൻ വിട്ടുവരുന്നു. ആ റെൻഡർ റിട്ടേൺ എന്ന് കൂടെ കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് വന്നു. സൈനപ്പേ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ മെനുവിലൊന്ന് ആഡ് ചെയ്തിട്ടേക്കാം. നമ്മൾ ഓൾറെഡി മെനുവിൽ, അതായത് ഞാൻ ആ ടെംപ്ലേറ്റിൻ്റെ സംഭവം ചെയ്ത സമയത്ത് menu.html നമുക്ക് സൈനപ്പിനുള്ള ലിങ്ക് കൂടെ ഇട്ടേക്കാം. ഇവിടെ ക്രിയേറ്റ് മൂവി എന്ന് കൊടുത്തേക്കാം. ലിസ്റ്റ് മൂവീസ് എന്നാക്കിയേക്കാം. സൈനപ്പ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാം. ഓക്കെ, URL സൈനപ്പ്. ഓക്കെ ഓക്കെ സൈനപ്പ് ക്രിയേറ്റ് മൂവി ലിസ്റ്റ് മൂവി. ഈ സൈനപ്പെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് യൂസർ നെയിം പാസ്വേഡും അടിച്ചിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് എൻഡിൽ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. നമ്മളത് നേരെ യൂസേഴ്സിലെത്തി. ഇനി യൂസേഴ്സിൻ്റെ വ്യൂവിൽ അതിനുള്ള ഫങ്ഷൻ എഴുതുകയാണ്. നമ്മൾ നേരത്തെ മൂവീസിൻ്റെ കേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നപ്പോൾ നിങ്ങൾ കണ്ടിരുന്നതാണ് നമ്മൾ എന്തുവാ ചെയ്തിരുന്നത്. അതിനകത്ത് ജസ്റ്റ് request.pov ആണെങ്കിൽ നമ്മളവിടെ മോഡൽ ഫോം യൂസ് ചെയ്തത് കൊണ്ട് നേരെ മൂവി ഫോമിൻ്റെ വെച്ച് സേവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതേ കണ്ടീഷൻ തന്നെ. മോഡൽ ഫോംസ് അല്ല യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത രീതി മാനുവലി അത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ അതിന് നമ്മുടെ മൂവീസിൻ്റെ കേസിൽ മൂവി മോഡൽ നമ്മളായിട്ടായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസർ മോഡൽ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടി django.contrib.auth.models, അതായത് ഓത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം movies.models എന്നൊക്കെ പറയുന്നത് ഓത്ത് എന്ന് പറയുന്നത് ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ലാത്തൊരു ആപ്പാണ്. അതായത് നമ്മളിപ്പോൾ ഈ യൂസേഴ്സിൻ്റെ ആപ്പും അല്ലെങ്കിൽ മൂവീസിൻ്റെ ആപ്പൊക്കെ പോലെ തന്നെ ജാങ്കോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ്, ജാങ്കോയുടെ ഫ്രെയിംവർക്കിലുള്ള ഒരു ആപ്പ് തന്നെയാണ് ഈ
ഇൻ ദ സെൻസ് മൊഡ്യൂൾ ആണ് ഓത്ത്. ആ ഓത്തിൻ്റെ മോഡൽസിനകത്ത് ഡിഫൈൻ ചെയ്തിട്ട് ഇട്ടേക്കുന്ന ഒരു യൂസർ എന്ന് പറഞ്ഞ മോഡലിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം നോക്കുന്നു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ആണോ എന്ന്. ഓക്കെ, ആണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ യൂസർ നെയിം ഗെറ്റ് ചെയ്തെടുക്കുന്നു. അതിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് അതുപോലെ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡും ഗെറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇതിവിടെ വന്നു എന്നുള്ളത്. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ റിഫ്രഷ് ചെയ്തു, എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ, പാസ്വേഡ് ഇപ്പം മാസ്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സൈനപ്പ് ചെയ്യുന്നു, സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് യൂസർ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ യൂസറിൻ്റെ മോഡൽ ഒരു ബാക്ക്എൻഡ് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, ഓക്കെ, യൂസർ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞെടുത്തു. ഈ ഒബ്ജക്ട്സ് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മാനേജർ ക്ലാസ് ആണ്. ഈ മാനേജർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ മോഡലിൻ്റെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഫങ്ഷൻസും ഈ നമുക്ക് അതിൻ്റെ മാനേജർ ക്ലാസ്സുകളിലായിരിക്കും കിടക്കുന്നത്. ഈ ഒബ്ജക്ട്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂസർ മോഡലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫങ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ബൈ ഡിഫോൾട്ട് എല്ലാ മാനേജറുകളിലുള്ള ഫംഗ്ഷനുകളുണ്ട്. അതല്ലാതെ തന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവരിട്ടേക്കുന്ന ക്രിയേറ്റ് യൂസർ, ഓക്കെ, അതുപോലെ ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്നൊക്കെ ഉള്ള ഫങ്ഷൻസുകൾ കാണും. ഈ ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്. യൂസർ നെയിം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പാസ്വേഡ് എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ബാക്ക്എൻഡിൽ ഇപ്പം നമ്മളൊരു യൂസർ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു യൂസർ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസോടെ വേണേൽ, അല്ലെങ്കിൽ യൂസർ ഒബ്ജക്ട്സിനെ അയച്ചേക്കാം. ഓക്കെ, ഇതാദ്യം ഞാനൊരു റണ്ണാക്കിയിട്ട് കൊടുത്തേക്കാണ്. അതായത് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ ഒബ്ജക്റ്റോടെ ഇങ്ങോട്ട് പാസ് ചെയ്യും, അല്ലാത്തപ്പോൾ ഞാൻ എന്നുള്ള രീതിയിൽ കിടന്നോട്ടെ. ഓക്കെ, യൂസ് ഡോട്ട് പി വൈ വരുന്നു, ടെംപ്ലേറ്റിൽ വരുന്നു. ഈ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ യൂസേഴ്സിനകത്ത് ക്രിയേറ്റ് ഡോട്ട് എച്ച് ടി എം എല്ലിനകത്ത് ജസ്റ്റ് ഇവിടെ ഒരു കണ്ടന്റ് കൂടി എഴുതിയേക്കാണ്. അതായത് നമ്മുടെ ഇഫ് ടാഗ് യൂസ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ എഴുതുവാണ് ന്യൂ യൂസർ ക്രിയേറ്റഡ്. യൂസർ നെയിം ഓക്കെ. പുതിയൊരു യൂസറിൻ്റെ പേര് എഴുതുവാണ്. പാസ്വേഡ് ഞാൻ സൈനപ്പായി ക്ലിക്ക് ചെയ്തു.
യൂസർ നെയിം രാഹുൽ കെ. ഓക്കെ, നമുക്ക് ബാക്ക് എൻഡിൽ അത് ക്രിയേറ്റ് ആയോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ബാക്ക് എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറഞ്ഞൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാണാം. അത് നമ്മളിപ്പോൾ ചെയ്തത് ഇതാണ്, നമ്മൾ ക്രിയേറ്റ് യൂസറിന് വേണ്ടി ഒരു ഫോം ഉണ്ടാക്കി. ആ ഫോമിൽ ഇപ്പം ഞാൻ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു. എന്നിട്ട് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നേരെ വ്യൂ ഫംഗ്ഷനിൽ ഓക്കെ, ഇപ്പം യൂസർ നെയിം കീ ഓക്കെ, ഇത് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ എറർ വന്നേക്കാണ്. അതായത് ഓൾറെഡി നമ്മൾ യൂസർ നെയിം യുണീക്ക് ആവണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ എറർ അടിച്ച് നിന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഇഷ്യൂസ് വന്നേക്കുന്നത്. നമുക്ക് ആ ഇഷ്യൂ വന്നത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നേരെ യൂസർ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷനോട് എഴുതാം. ഓക്കെ, ഞാനിവിടെ അഥവാ ഇൻ കേസ് ഒരു എക്സെപ്ഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ, യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ വരുവാണെങ്കിൽ ആ എക്സെപ്ഷൻ ഞാൻ എറർ മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ട്രൈ എക്സെപ്റ്റ് നിങ്ങൾ പൈത്തണിൽ നോക്കിയിട്ടുണ്ടാവും. ട്രൈക്കകത്ത് എഴുതിയിരിക്കുന്ന കോഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നേരെ ഈ എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് വരും. അതിനുശേഷം ഇത് വർക്കാവും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് എന്താ പറയുക, പ്രോഗ്രാമിൽ എക്സെപ്ഷൻ അടിച്ച് ടെർമിനേറ്റ് ആവും. അപ്പോൾ അതിന് പകരം ഈ ട്രൈയിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷൻ വരും. എക്സെപ്ഷനിൽ വെച്ച് നമ്മൾ ആ എക്സെപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ എന്ത് ടൈപ്പ് ഓഫ് എറർ എക്സെപ്ഷനാണ് ഉണ്ടായത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നത്. അതിനെ നമ്മളൊരു സ്ട്രിങ് ആക്കിയിട്ട്, ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ എറർ മെസ്സേജ് കൊടുക്കാം, അതിന് പകരം അതിനെ തന്നെ ഒരു സ്ട്രിങ് ആക്കിയിട്ട് നമ്മളത് തിരിച്ച് ഫോമിലേക്ക് തന്നെ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ എറർ മെസ്സേജ് ഒന്ന് നന്നാക്കിയേക്കാം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് സ്കോപ്പിൻ്റെ പ്രോബ്ലം വരും. പെർമിഷൻ മീൻസ് ആക്സസ് സ്കോപ്പിൻ്റെ പെർമിഷൻ വരും. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ ക്രിയേറ്റിനകത്ത് ഞാൻ അഥവാ എക്സെപ്ഷൻ ആണെങ്കിൽ അതുകൂടെ എഴുതാനുള്ള കോഡ് എഴുതാണ്. അതായത് എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള കോഡാണ് എടുത്ത് എഴുതുന്നത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും രാജു കൊടുക്കുവാണ്. പാസ്വേഡ് കൊടുത്തു, സൈനപ്പ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിച്ചേക്കാണ്. ന്യൂ യൂസർ ക്രിയേറ്റഡ് വിത്ത് യൂസർ നെയിം ഡ്യൂപ്ലിക്കേറ്റ് കീ വാല്യൂ വൈൽ ഇറ്റ്സ് യൂണിക് കൺസ്ട്രെയിൻ ആൻഡ് യൂസർ നെയിം കീ ഡീറ്റെയിൽ കീ. ഓക്കെ, ഈ എറർ മെസ്സേജൊക്കെ നമുക്ക് എക്സെപ്ഷൻ വെച്ച് വേണം മാറ്റി കൊടുക്കാം. വേറെ എക്സെപ്ഷൻസ് ഒക്കെ കൊടുക്കാം. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ വന്ന എറർ യൂണിക് കീ, എപ്പോഴും യൂസർ മോഡലിൻ്റെ യൂസർ നെയിം പാരാമീറ്റർ യുണീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഇഷ്യൂസ് ആയിട്ട് കാണിക്കും. 1 2 3 4 5 6 7 8. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് സൈനപ്പിൻ്റെ ഫംഗ്ഷൻ.